സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൂരാട് പാടത്താണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ദേശീയപാത തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് കൂരാട്. ആ കൂരാട് പാടത്ത് ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു. വാഹനങ്ങൾ ഓടാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് മാർക്കിങ്ങിന്റെ പണികൾ കഴിഞ്ഞു, അതേപോലെ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് പണികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ നടക്കാനുള്ളത് ഇതേപോലത്തെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാണ്ട്, ക്രാഷ് ബാരിയറിന്റെ ഈ കളർ ചെയ്യുന്ന പണികൾ കുറച്ച് ബാക്കിയുണ്ട്. അങ്ങനത്തെ 2-3 പണികൾ മാത്രമാണ് ബാക്കിയുള്ളൂ. അതേപോലെ OFC കേബിൾ, ഈ ഒരു OFC കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഫുള്ളായിട്ട് വലിക്കാനുണ്ട്. ഗ്രേറ്റിംഗ്, ഈ ഡ്രെയിൻ ഹോൾ, ഈ ഒരു ഗ്രേറ്റിംഗ് വെക്കുന്ന പണികൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ഹോൾ ഇട്ടിട്ടുള്ളൂ. ആളുകളൊക്കെ ആകാംക്ഷയോടെ ഈ ഒരു പുതിയ പാലത്തിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനത്തെ ഒരുവിധം എല്ലാ പണികളും ഇപ്പോൾ ഇവിടെ തീർന്നിട്ടുണ്ട്. സൈൻ ബോർഡ്, ഇനിയിപ്പോൾ ആ സൈഡിലൊക്കെ സൈൻ ബോർഡ് വെക്കാൻ ഇവിടെ ഇപ്പോൾ ആ ഒരു സൈൻ ബോർഡ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. കൂരാട് ഈ ഒരു പാലത്തിൻ്റെ പണി കഴിയുന്നതോട് കൂടിയിട്ട് മലപ്പുറം ജില്ലയിലെ ദേശീയപാതയുടെ നിർമ്മാണം പൂർണ്ണമായിട്ടും കഴിഞ്ഞു. അതായത് മെയിൻ ഹൈവേയിലൂടെ തടസ്സങ്ങളില്ലാതെ നമുക്ക് ചീറിപ്പാഞ്ഞ് പോകാം. അപ്പോൾ കൂരാട് പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ മാസത്തിലാണ് ഈ ഭാഗത്തെ പാത തകർന്ന് കേട്ടോ. 2025 മെയ് 19-നാണ് ഈ ഭാഗത്ത് ദേശീയപാത തകർന്നത്. എന്തായാലും ദേശീയ മാധ്യമങ്ങളടക്കം കേരളത്തിൽ അന്ന് വൻ ചർച്ചാ വിഷയമായിരുന്നു. അങ്ങനെ ആ ഒരു ചർച്ചകളും കാര്യങ്ങളും നാട്ടുകാരുടെ ആവശ്യമൊക്കെ മാനിച്ചുകൊണ്ട് നാട്ടുകാരും ജനപ്രതിനിധികളൊക്കെ ഇടപെട്ടത് കൊണ്ട് ഇവിടെ ഒരു പാലം നിർമ്മിക്കാം എന്ന് NHA ഉറപ്പ് നൽകി. അങ്ങനെ 400 മീറ്റർ നീളമുള്ള ഒരു വയഡക്റ്റ് നിർമ്മിക്കാൻ അനുമതി കിട്ടി. അങ്ങനെ ഒരു വർഷമാകുന്നതിന് മുമ്പ്, അതായത് 2026 മെയ് 19 ആകുന്നതിന് മുമ്പ് പാലം ഈ ഒരു കോലം ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യം കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരു കൾവേർട്ട് നിർമ്മിക്കാൻ, ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള കൂരാട് മലപ്പുറം റോഡിൽ ഒരു കൾവേർട്ട് നിർമ്മിക്കുന്നുണ്ട്, എത്ര മാസം എടുത്തു എന്ന് ഇവിടെയുള്ള ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ ഏത് പാലവും എന്ത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഗതിയും പെട്ടെന്ന് തീർക്കാം. ഏതായാലും കൂരാട് ഭാഗത്തെ കുളപ്പുറം സൈഡിൽ നിന്ന് വരുമ്പോൾ ആ സൈഡിലും ബ്ലോക്ക് ഉണ്ട്, ഈ ഒരു എക്സിറ്റിൻ്റെ ഭാഗത്ത് ഇവിടെയും ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഏറിപ്പോയാൽ ഒരാഴ്ച കൊണ്ട് പാലത്തിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങും എന്ന് അറിയാൻ സാധിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. പിന്നെ അടുത്ത മഴയ്ക്ക് മുമ്പ് കൾവേർട്ടിൻ്റെ പണികൾ തീർക്കണം. ഇപ്പോൾ ഈ പാലത്തിനടിയിലൂടെ 2 പുതിയ കൾവേർട്ട് വരുന്നുണ്ട്. അതിലൊരു വലിയൊരു കൾവേർട്ടല്ല, ഒരു MNB പോലെ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർവീസ് റോഡ് 2 സൈഡിലും ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ ഇപ്പോൾ നടക്കാനുള്ളത് ഇതാണ്. ഇതേപോലെ ജോയിൻറ്റുകൾ, ഈ ഒരു എക്സ്പാൻഷൻ ജോയിനിങ് നടന്ന സ്ഥലത്തൊക്കെ ക്രാഷ് ബാരിയർ കൂട്ടി യോജിപ്പിക്കാണ്ട്, അതേപോലെ ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികൾ കുറച്ച് ബാക്കിയുണ്ട്. തോടൊക്കെ നന്നാക്കൽ തുടങ്ങിട്ടോ. ഇത് പഞ്ചായത്ത് നന്നാക്കുക കേട്ടോ, അല്ലാതെ NHA നന്നാക്കല്ലേ. ഏതായാലും സംരക്ഷണ ഭിത്തി, സർവീസ് റോഡിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ കരിങ്കല്ലൊക്കെ വെച്ച് സംരക്ഷണ ഭിത്തി കെട്ടുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ലോപ്പായിട്ടാട്ടോ ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പോൾ വെള്ളം കയറും. എന്തായാലും ഈ സൈഡിലും ബ്ലോക്ക് ഉണ്ട്. അപ്പം ഇനി ഡ്രെയിൻ ഹോൾ, ഈ ഒരു ഗ്രേറ്റിങ്ങിൻ്റെ പണികളാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു കോലത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികൾ പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. ഇന്ന് ലീവാണ്. ഇതുണ്ടെങ്കിൽ കേബിളിലൊക്കെയാണ് NH66 NHA രാമനാട്ടുകര വളാഞ്ചേരി ബൈപ്പാസ്. റീച്ചിൻ്റെ പേര് വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സൗണ്ട് കേട്ട് മാപ്പിട്ട് നോക്കിയപ്പോഴാണ് ഇത് കണ്ടെങ്കിൽ നമ്മുടെ കൂരാടാട്ടത്. അത് കണ്ടെങ്കിൽ സംഭവം സെറ്റായി. ആരാണ് എന്താണെന്ന് അറിയില്ല. ഏതായാലും കൂരാട് പാലത്തിൻ്റെ മേലിൽ കണ്ടതാണ്. ഞങ്ങളെ നാടും സെറ്റായി കണ്ട സുഹൃത്തുക്കളെ. അപ്പോൾ OFC കേബിൾ വലിച്ചുകൊണ്ടിരിക്കുന്ന പണികളും അതേപോലെ സൈൻ ബോർഡ് വെക്കുന്ന കുറച്ച് പണികളും മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. റോഡ് മാർക്കിങ്ങിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. കേബിൾ മൊത്തം NHAൻ്റെ മാർക്കും അതേപോലെ റീച്ചിൻ്റെതൊക്കെ കണ്ടിട്ടോ. ഈ ഒരു വീഡിയോ 2025 ജനുവരി മാസത്തിൽ ഞാനെടുത്ത വീഡിയോ ആണ്. ഇത് തപ്പിയപ്പം കിട്ടിയതാണ്. അന്ന് ഈ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിൽ കാര്യമായിട്ട് പണികൾ നടക്കാനുണ്ടായിരുന്നത്. അന്ന് കുളപ്പുറത്ത് ഓവർപാസിന് അടിയിലൂടെ ഇങ്ങനെ വന്നിട്ട് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടായിരുന്നു പോയിരുന്നത്. അതിനുശേഷം ഈ ഒരു ജനുവരി മുതലാണ് ഇവിടുത്തെ പണികൾ തകൃതിയായിട്ട് നടന്നത് കേട്ടോ. ആ ഒരു MNBൻ്റെ ഭാഗത്തൊക്കെ പണികൾ തകൃതിയായിട്ട് നടന്നത് അന്നായിരുന്നു. എന്തായാലും ലോഡ് ടെസ്റ്റിങ്ങിൻ്റെ പണികൾ ബാക്കിയുണ്ട് എന്ന് തോന്നുന്നു. പാലത്തിൻ്റെ അടിഭാഗത്ത് വന്നുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു MNB ഉണ്ടല്ലോ, MNB ഇവിടെ ഭാഗത്ത് സ്റ്റീൽ ഗാഡറാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സ്പാനിന് ലെങ്ത് കൂടുതലുള്ളത് കൊണ്ട് സ്റ്റീൽ ഗാഡറാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പഴയ MNBയുടെ ആ ഒരു ഭാഗത്ത് പൊളിക്കുന്ന പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ പിയർ ക്യാപ്പിൻ്റെ ഭാഗത്തും ഗാഡറുകൾക്കൊക്കെ കളർ ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ഗതാഗതം തുറന്നു കൊടുക്കുന്നതിന് തടസ്സമാകില്ല. പാടത്ത് ഒരു
വൈകുന്നേരം ഈവനിങ് മാച്ച്. പണ്ട് നമ്മളെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഈ സ്കൂൾ പൂട്ടുന്ന സമയത്തൊക്കെ ഈവനിങ് മാച്ച്, അതായത് വൈകുന്നേര കളി ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടങ്ങൾ വൈകുന്നേര കളി കാണാൻ പോലും ആളില്ലാതെ. പണ്ടൊക്കെ കട്ട സെവൻസിൽ വൈകുന്നേരം 5 to ബാങ്ക് കൊടുക്കണത് വരെ മരിപ്പാങ്കോൾ എന്നൊക്കെ പറഞ്ഞൊരു കളി ഉണ്ടായിരുന്നു. അത് ടൂർണമെൻറ്റ് കിട്ടും. ടൂർണമെൻറ്റ് കാണാനുള്ള ആൾക്കാരൊക്കെയാണ്. കാലം മാറി, കോലവും മാറി. പണ്ടൊക്കെ ഒരു സെവൻസ്, ഏത് ലോക്കൽ സെവൻസ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ ചുറ്റിലും കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തിന് കളർ ചെയ്യുന്ന പണികൾ ബാക്കിയുണ്ട്. ഇവിടുന്ന് മണ്ണ് നീക്കാനുള്ള പണികൾ ബാക്കിയുണ്ട്. ഇത് പൂർണ്ണമായിട്ടും തുറന്നിട്ടില്ല. 1 or 2 സ്പാനിടയിൽ മാത്രമാണ് ഓപ്പൺ ആവുള്ളൂ യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ സ്ഥലത്തും തുറന്നു കൊടുക്കൂല കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു MNB, ഇത് ചെറിയൊരു കൾവേർട്ട് വന്ന് വിട്ടിട്ടുണ്ട്. ചെറിയൊരു MNB ആയിട്ടാണ് ഇവിടെ വരുന്നത്. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകാൻ വേണ്ടിയിട്ട്. കടലുണ്ടിപ്പോയാണ് അപ്പുറത്തുള്ള കേട്ടോ. ഈ വലതുവശത്തുള്ളത് കടലുണ്ടിപ്പോയാണ്. അപ്പോൾ പാടത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇങ്ങനെ കടലുണ്ടിപ്പോയിലേക്ക് നീങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു MNB കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് തോട് കണ്ടു. കുറച്ച് അപ്പുറത്ത് പോയിക്കാന്നുണ്ടെങ്കിൽ കുറേ കൾവേട്ടുകളുണ്ട്. കൾവേട്ടുകളൊക്കെ അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൾവേട്ടുകളൊക്കെ അടുത്ത മഴക്കാലം ആവുന്നതിന് മുമ്പ് ക്ലീൻ ആക്കണം. ആ മണ്ണിട്ടിർത്തിയ ഭാഗത്ത് ആ ഒരു ബെൽറ്റിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്ലാസ്റ്റിക്കിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. എന്തായാലും 2-3 സ്ഥലത്തൊക്കെ ഇന്നലെ മഴ പെയ്തപ്പോൾ റോഡ് തകർന്നിട്ടുണ്ട്. അയ്യൂര്, വെങ്ങളം റീച്ചിലൊക്കെ. നമ്മളെ നാടിൻ്റെ ആ ഒരു പച്ചപ്പ് വേറെ ലെവൽ തന്നെ അല്ലേ. കുറച്ച് നാടിൻ്റെ കാഴ്ചകൾ കണ്ടുപിടി. എന്താ പച്ചപ്പ്! കൂരാട് ഈ ഒരു ദേശീയപാത തകർന്ന ഭാഗത്ത് നാട്ടുകാരായിട്ടുള്ള ആളുകളും ജനപ്രതിനിധികളൊക്കെ വന്ന് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടത്തി. അതിന്റെ ഭാഗമായിട്ട് NHA ഇവിടെ ഒരു പുതിയൊരു പാലം നിർമ്മിക്കാൻ തീരുമാനമെടുത്തു. NHAയുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായി. അതിനുള്ള പരിഹാരം NHA കണ്ടു. ഈ നോക്കി നടത്താനുള്ള ആളുകൾ അന്ന് പിരിച്ചുവിട്ടു. പുതിയ പീഡിനെ വെച്ചു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ NHA അന്ന് നടത്തിയിട്ടുണ്ട്. എന്തായാലും NHAയുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് പറ്റി. ഇതേപോലെ പല സ്ഥലത്തും തെറ്റുകൾ പറ്റുന്നുണ്ട്. അതൊക്കെ NHA തന്നെ തിരുത്തട്ടെ. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള മഴ കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനത്തൊക്കെ നോക്കിയും കണ്ടും നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പണികൾ കിട്ടും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ കൂരാട് പാലത്തിന് മുകളിലൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ബ്ലോക്കിലൊന്നും പെടാതെ സുഖമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് കുളപ്പുറം എത്തുന്നതിന് മുമ്പുള്ള എക്സിറ്റ്. കരിപ്പൂർ എയർപോർട്ടിലോട്ട് പോകുന്ന വാഹനങ്ങൾ കുളപ്പുറത്തിന് മുമ്പുള്ള എക്സിറ്റ് ആയിട്ട് ഇടത്തോട്ട് എങ്ങനെ പോവുക. എന്താ സുഖല്ലേ. എന്തായാലും ബ്ലോക്കിലൊന്നും പെടാതെ ഇനി അപ്പുറവും ഇപ്പുറത്തേക്കും സുഖമായിട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് കൂരാട് പാടത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ താമസിയാതെ കൂരാട് ബ്ലോക്കിൽ പെട്ടിട്ടുള്ള ദുരിത യാത്ര അവസാനിക്കുന്നതാണ്. ഏതായാലും വീഡിയോ ഞാൻ നിർത്തുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ 1 ലൈക്ക് അടിച്ചേക്കേണ്ടി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പോയിക്കോളൂ. അപ്പോൾ മറക്കണ്ട, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ജയ് ഹിന്ദ്.